ഇനി ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ അസീസുൽ മഖ്ദൂം റളിയല്ലാഹു അസീസ് പറയാണ്, ഇദാ സുഇൽത, നിന്നോട് ചോദിക്കപ്പെട്ടാൽ. ശരിക്കും മനസ്സിലാക്കണം എന്ന് പറയുന്ന വിഷയങ്ങൾ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. ഒരു ചോദ്യം എന്താണ്? അന്ത ഫിൽ ഈമാനി, നീ വിശ്വാസത്തിലാണോ ഉള്ളത്? നീ വിശ്വാസത്തിലാണോ? അവിൽ ഈമാനു ഫീക്ക, അല്ല വിശ്വാസം നിന്നിലാണോ ഉള്ളത്? നമ്മളിപ്പോൾ മോമിനാണല്ലോ, നമ്മൾ വിശ്വാസികളാണല്ലോ. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, നീ വിശ്വാസത്തിൽ നീ നിലകൊള്ളുകയാണോ, അല്ല വിശ്വാസം നിന്നിൽ നിലകൊള്ളുകയാണോ? അങ്ങനെ ഉണ്ടല്ലോ, രണ്ട് രൂപം ഉണ്ടാവുമല്ലോ ഏത് കാര്യത്തിനും. ഏത് രൂപത്തിലാണെന്നുള്ളത് അവസ്ഥ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ചിലപ്പം പാത്രം വെള്ളത്തിൽ കൊണ്ടുപോയി വെക്കാറുണ്ട്, വെള്ളം പാത്രത്തിൽ ഒഴിക്കാറുമുണ്ട്. എന്ന് ഒരു ഉദാഹരണം പറയാം. എന്നതുപോലെയാണ് ഈമാന് നിന്നിൽ നിലകൊള്ളുകയാണോ, അല്ല നീ വിശ്വാസത്തിൽ നിലകൊള്ളുകയാണോ? എങ്ങനെയാണ് ഈ രൂപം എന്ന് ചോദിച്ചാൽ അവിടെ മറുപടി പറയേണ്ടത്, കുൽത്ത, നീ പറയണം, അന മഅൽ ഈമാനി, ഞാൻ ശരിക്ക് എങ്ങനെയുള്ളത് എന്നറിയോ, ഞാൻ വിശ്വാസത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. വിശ്വാസം എന്ന് പറയുന്നതിൻ്റെ കൂടെ ഞാനിങ്ങനെ നിൽക്കുന്നു, അങ്ങനെയാണ്. എന്നിട്ട് പറയാ, വൽ ഈമാനു ഫിയ്യ, വിശ്വാസം എന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ വിശ്വാസം നിന്നിലാണോ എന്ന് ചോദിച്ചാൽ ആ രൂപത്തിലാണ്. വിശ്വാസം എന്നിലാണ് നിൽക്കുന്നത്, എന്നിട്ട് ഞാൻ വിശ്വാസത്തിൻ്റെ കൂടെ അങ്ങനെ നിൽക്കുകയാണ്. വിശ്വാസം എന്നിലുണ്ട്, ആ വിശ്വാസത്തിൻ്റെ കൂടെ ഞാനും നിൽക്കുന്നു. എന്നിട്ട് ഒരു കാര്യം കൂടി പറയണം, വാന മുഅ്മിൻ, ഞാൻ വിശ്വാസിയാകുന്നു, ഞാനൊരു വിശ്വാസിയാണ്. വൽ ഈമാനു സിഫത്തി, വിശ്വാസം എൻ്റെ വിശേഷണമാണ്. വിശ്വാസം എന്നുള്ളത് എൻ്റെ വിശേഷണമാകുന്നു. ഇതാണ് നീ അതിന് മറുപടി പറയേണ്ടത്. അപ്പം ഞാൻ വിശ്വാസത്തിലാണ് എന്ന അവസ്ഥയല്ല ഉള്ളത്, മറിച്ച് വിശ്വാസം എന്നിൽ നിലകൊള്ളുന്നുണ്ട്, ആ വിശ്വാസത്തിൻ്റെ കൂടെ ഞാനിങ്ങനെ നിൽക്കുന്നു, അതുകൊണ്ട് ഞാനൊരു വിശ്വാസിയാണ്, വിശ്വാസം എന്നുള്ളത് എൻ്റെ വിശേഷണമായി നിൽക്കുന്നു. ആ ചോദ്യത്തിൻ്റെ മറുപടി അങ്ങനെയാണ്, ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തത്, ഇദാ സുയിൽത, നിന്നോട് ചോദിക്കപ്പെട്ടാൽ, അൽ ഈമാനു ഫരീളത്തുൻ അം സുന്നത്തുൻ, വിശ്വസിക്കൽ, അതായത് ഇപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇത് പറഞ്ഞ് നാവ് കൊണ്ട് വ്യക്തമാക്കി വിശ്വസിക്കുക. അതാണല്ലോ ഇപ്പം ഒരു വിശ്വാസി ചെയ്യേണ്ട വിശ്വാസ, അതാണല്ലോ. അള്ളാഹു അല്ലാതെ ആരാധനയില്ലെന്ന് വിശ്വസിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കി പറഞ്ഞ്, പിന്നെ അതുപോലെ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് മനസ്സിൽ വിശ്വസിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കി പറയും. ഇതിങ്ങനെ പറയൽ, ഇങ്ങനെ പറഞ്ഞ് വിശ്വസിക്കൽ, ഈ നിലക്കുള്ള വിശ്വസിക്കൽ നിർബന്ധമാണോ സുന്നത്താണോ എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചാൽ നീ അതിന് മറുപടി പറയേണ്ടത്, കുൽത്ത, നീ പറയണം, അലൽ കാഫിരീന ഫരീള, ഒരു കാഫിർ ഇസ്ലാമിലേക്ക് മുസ്ലിമായി മോമിനായി വരുമ്പം അയാൾ ഇത് പറഞ്ഞ് വരൽ അയാൾക്ക് നിർബന്ധമാണ്. ഇത് പറഞ്ഞ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഇത് പറഞ്ഞ് അയാൾ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് പറഞ്ഞ് വരൽ അയാൾക്ക് നിർബന്ധമാണ്. അതേ സ്ഥാനത്ത് മുസ്ലിം കുടുംബത്തിൽ ജനിച്ച മുസ്ലിമായ നമ്മൾ, മുസ്ലിമീങ്ങൾ, വാനൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾക്ക് ഇത് പറയലും ഇങ്ങനെ ഇത് പറഞ്ഞ് ഈ നിലക്ക് വിശ്വസിച്ച് പോവൽ സുന്നത്താണ്. അപ്പോൾ അവർ, കാരണം ഒരു ജനിക്കുമ്പോഴേ മുസ്ലിമീങ്ങളാണ്, അപ്പോൾ അവർക്ക് എന്തില്ല, പിന്നെ പ്രത്യേകം ഇത് ചൊല്ലി ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടുള്ളൊരു വിശ്വാസം എടുക്കേണ്ട ആവശ്യമില്ല. അത് സുന്നത്താണ്, പറയൽ നിർബന്ധമില്ല. കാഫിറാവുമ്പം ഇത് പറയൽ നിർബന്ധമാണ്. മനസ്സിലാക്കണം ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത ചോദ്യം, ഇദാ സുഇൽത, നിന്നോട് ചോദിക്കപ്പെട്ടാൽ, അൽ ഈമാനു മഖ്ലൂഖുൻ ഔ ഗൈറു മഖ്ലൂഖിൻ, ഈ വിശ്വാസം എന്നുള്ളതുണ്ടല്ലോ, നമ്മളൊക്കെ ഇപ്പം വിശ്വാസം എന്ന് പറഞ്ഞൊരു വിഷയമാണല്ലോ, അയിമലാണല്ലോ ഇപ്പം നമ്മളൊക്കെ നിൽക്കണത്. ശരിക്കും മനസ്സിലാക്കണം, നമ്മളൊക്കെ ഇപ്പം ഇസ്ലാമിക പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ചെയ്ത് പോകുന്ന എന്താണ്, നമുക്ക് വിശ്വാസം എന്നുള്ള അള്ളാഹുവിലുള്ള വിശ്വാസം, അതാണ് വിശ്വാസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന മറ്റ് വിശ്വാസങ്ങൾ, അള്ളാഹുവിൻ്റെ മലക്കൊക്കെ പിന്നെ അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ടാണ്. അപ്പം ഈ ഒരു വിശ്വാസം, ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് അള്ളാഹുവിൻ്റെ മഖ്ലൂഖാണോ എന്ന് പറഞ്ഞാൽ സൃഷ്ടിയാണോ, ഔ ഗൈറു മഖ്ലൂഖി, അല്ല സൃഷ്ടിയല്ലേ? എന്താണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്? ഇപ്പോൾ ഖുർആനെ കുറിച്ച് പറയും, ഖുർആൻ സൃഷ്ടിയാണോ സൃഷ്ടിയല്ലേ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി? ഖുർആൻ സൃഷ്ടിയല്ല.
അള്ളാഹു കാരണം അള്ളാഹിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണല്ലോ ഖുർആനിലുള്ളത്. അപ്പോൾ അതിൽ അതെന്തല്ല, ഖുർആൻ എന്നുള്ള ആ അള്ളാഹിൻ്റെ കലാമാകുന്ന അത് എന്തല്ല, സൃഷ്ടിയല്ല. കാരണം അത് അള്ളാഹിൻ്റെ കലാമാണ്. അള്ളാഹുവിൻ്റെ ഒരാളുടെ സംസാരം എന്നുള്ളത് ആ അള്ളാഹുവിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അത് സൃഷ്ടിയാണെന്ന് പറയാൻ പറ്റില്ല. മറിച്ച് മുസാഫ് കടലാസൊക്കെ സൃഷ്ടിയാണ്, അതിലെഴുതിയത് അത് സൃഷ്ടിയാണ്, ആ മുസാഫ് സൃഷ്ടിയാണൊക്കെ പറയാം. പക്ഷേ മുസാഫിലുള്ള ഖുർആൻ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ എന്താണ്, അത് അള്ളാഹിൻ്റെ കലാമാണ്, അതാണ്. എന്നതുപോലെ തന്നെയാണ് ഇവിടെ ഒരു ചോദ്യം, എന്താണ്, വിശ്വാസം സൃഷ്ടിയാണോ സൃഷ്ടിയല്ലേ? അതിനെന്താ മറുപടി? ഇങ്ങനത്തെ ചോദ്യം വന്നു കഴിഞ്ഞാൽ കുൽത്താ, നിങ്ങൾ പറയണം, അൽ ഈമാനോ, ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ രണ്ട് മേഖല ഉണ്ടായിരുന്നു. വിശ്വാസത്തിന് രണ്ട് മേഖല. ഒന്ന് അൽ ഈമാനു ഹിദായത്തുല്ലാഹി തആല, ഒന്ന് അള്ളാഹു നമ്മളെ നേർവഴിയാക്കലാണ്, നല്ല വഴിയിലേക്ക് നമ്മളെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് വിശ്വാസം ഉണ്ടാകുക എന്നുള്ളത്. അപ്പോൾ അതാണ് അൽ ഈമാനു ഹിദായത്തുല്ലാഹി തആല, അള്ളാഹു തആല സന്മാർഗത്തിലേക്ക് കൊണ്ടുവരലാണ്, സന്മാർഗം നൽകലാണ്. പിന്നെ അവിടെ വരുന്ന മറ്റൊരു വിഷയം ഇഖ്റാറുൽ അബ്ദി, അടിമ സമ്മതിക്കുക. അള്ളാഹ് അങ്ങനെ സന്മാർഗത്തിലേക്ക് എത്തിക്കുമ്പോൾ അടിമക്ക് സമ്മതം ഉണ്ടാവും. എന്തുകൊണ്ട്? ബിലിസാനി, അവൻ്റെ നാവ് കൊണ്ടും സമ്മതം ഉണ്ടാവും. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. വ തസ്ദീഖുഹു, അവൻ വാസ്തവമാക്കുകയും ചെയ്യും. ബിജിനാനി, അവൻ്റെ ഹൃദയം കൊണ്ട് ആ വിശ്വസിക്കേണ്ട കാര്യങ്ങളൊക്കെ അവൻ വാസ്തവമാക്കും. നാവ് കൊണ്ട് അത് സമ്മതിക്കുകയും ചെയ്യും. ഇവിടെ രണ്ട് ഭാഗമുണ്ട്. അതിൽ വൽ ഹിദായത്തു, ഇവിടെയുള്ള ഈ സന്മാർഗത്തിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളത്, ഈ വിശ്വാസത്തിലേക്ക് നമ്മൾ അള്ളാഹു എത്തിക്കുക എന്നുള്ളത്, അത് സുൻഉർ റബ്ബി, റബ്ബിൻ്റെ പ്രവർത്തനമാണ്, അള്ളാഹുവിൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ അതെന്താവില്ല, വൈറു മഹ്ലൂക്കിനെ സൃഷ്ടിയല്ല. അള്ളാഹിൻ്റെ പ്രവർത്തനം എന്നുള്ളത് എന്തല്ല, സൃഷ്ടിയല്ല. പക്ഷേ പ്രവർത്തിച്ചിട്ട് ഇവിടെ ഉണ്ടായ വിഷയങ്ങളോ അത് സൃഷ്ടിയാണ്. അള്ളാഹ് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് കാര്യമുണ്ട്. അതാണ് ഇപ്പോൾ ഇതിൽ തന്നെ എന്തുണ്ടാകുന്നുണ്ട്, അള്ളാഹ് നമ്മളെ ഹിദായത്തിലേക്ക് എത്തിച്ചപ്പോൾ വലിയ ഇഖ്റാറു എന്തുണ്ടായി, നമുക്ക് സമ്മതം ഉണ്ടായി. സമ്മതവും തസ്ദീഖു, വാസ്തവമാക്കലും, ഇത് രണ്ടും മിൻ ഫീലുൽ അബ്ദി, അത് അടിമയുടെ നമ്മുടെ പ്രവർത്തനമാണ്. നമ്മുടെ പ്രവർത്തനമാകുമ്പോഴോ വഹുവ മഖ്ലൂഖുൻ, അത് സൃഷ്ടിയുമാണ്. അപ്പോൾ ആ രൂപത്തിലാണ് വിശ്വാസത്തെക്കുറിച്ച് വിലയിരുത്തേണ്ടത്. അപ്പോൾ വിശ്വാസം എന്നുള്ളത് മഖ്ലൂഖുമാകുന്നുണ്ട്, മഖ്ലൂഖ് അല്ലാത്ത അവസ്ഥയുമുണ്ട്. രണ്ട് ഭാഗം, രണ്ട് പാർട്ടായിട്ടാണ് വിശ്വാസം വരിക. ഈ ഹിദായത്ത് എന്നുള്ളത് അത് മഖ്ലൂഖ് അല്ല, മറ്റത് മഖ്ലൂഖാണ്. ഇങ്ങനെ മനസ്സിലാക്കണം. അതാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ്.